ഇടയ്ക്കിടെ വന്ന് ഭൂപടങ്ങൾ പരിശോധിക്കുന്നു. അന്നത്തെ ഭൂപടങ്ങൾ ഇന്നത്തെ പോലെയല്ല. ആഫ്രിക്കയുടെ പകുതി വരെ മാത്രമേ കൃത്യമായി വരച്ചിട്ടുള്ളൂ. ബാക്കി ഭാഗം ഊഹമാണ്. ഇവിടെ ഡ്രാഗണുകളുണ്ട് എന്ന് പഴയ ഭൂപടങ്ങളിൽ എഴുതിയതുപോലെ മുന്നോട്ടു പോകുന്തോറും കടൽ കൂടുതൽ അപകടകാരിയാകുമെന്ന് എല്ലാവർക്കും അറിയാം. ലിസ്ബണിലെ ജനങ്ങൾ ഈ കാഴ്ച കണ്ട് മാറി നിന്ന് മന്ത്രിക്കുന്നുണ്ട്. പലരും പറയുന്നത് ഇതൊരു ആത്മഹത്യാപരമായ യാത്രയാണെന്നാണ്. ഇരുണ്ട കടൽ എന്നാണ് അവർ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളെ വിളിക്കുന്നത്. അവിടെ തിളച്ചുമറിയുന്ന വെള്ളമാണെന്നും കപ്പലുകളെ വിഴുങ്ങുന്ന രാക്ഷസന്മാരുണ്ടെന്നും സാധാരണക്കാർ വിശ്വസിക്കുന്നു. എന്നാൽ ഗാമയുടെ മുഖത്ത് ഭയമില്ല. അദ്ദേഹം തന്റെ നാവികരോട് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. നമ്മൾ പോകുന്നത് ചരിത്രം കുറിക്കാനാണ്. ഭീരുക്കൾക്കുള്ള സ്ഥലമല്ല എൻ്റെ കപ്പൽ. ആ കൂട്ടത്തിൽ പലതരം ആളുകളുണ്ട്. പരിചയസമ്പന്നരായ നാവികർ മാത്രമല്ല, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളും ആ കൂട്ടത്തിലുണ്ട്. ഡെഗ്രഡാദോസ് എന്നാണ് അവരെ വിളിക്കുന്നത്. ഏറ്റവും അപകടം പിടിച്ച ജോലികൾ ചെയ്യാനും അപരിചിതമായ കരകളിൽ ആദ്യമിറങ്ങി പരിശോധിക്കാനുമാണ് അവരെ കൊണ്ടുവരുന്നത്. മരിച്ചാൽ ആർക്കും നഷ്ടമില്ലാത്ത, ജീവിതം കൈവിട്ടുപോയ ജന്മങ്ങൾ. അവർക്കിതൊരു അവസാന അവസരമാണ്. ജയിച്ചാൽ സ്വാതന്ത്ര്യം, തോറ്റാൽ മരണം. യാത്ര പുറപ്പെടുന്നതിൻ്റെ തലേ ദിവസം രാത്രി അവിടെ പാട്ടും നൃത്തവുമില്ല. എല്ലാവരും പ്രാർത്ഥനയിലാണ്. ലിസ്ബണിലെ നദീതീരത്തുള്ള ചെറിയൊരു ചാപ്പലിൽ ഗാമയും സംഘവും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു. മെഴുകുതിരി വെളിച്ചത്തിൽ അവരുടെ മുഖങ്ങൾ മങ്ങിക്കാണാം. തിരിച്ചുവരുമോ എന്ന് ആർക്കും ഉറപ്പില്ലാത്തതുകൊണ്ട് അത് തങ്ങളുടെ അവസാനത്തെ കുമ്പസാരമാണെന്ന് പലരും ഉള്ളിൽ ഭയക്കുന്നുണ്ട്. രാജാവ് മാനുവൽ പോലും ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനെത്തിയിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ കുന്തിരിക്കത്തിന്റെ ഗന്ധവും മന്ത്രോച്ചാരണങ്ങളുടെ മുഴക്കവും മാത്രം. നേരം വെളുത്തു. 1497 ജൂലൈ 8 ഞായറാഴ്ച. ലിസ്ബൺ നഗരം മുഴുവൻ കടൽ തീരത്തേക്ക് ഒഴുകിയെത്തുകയാണ്. ഒരു ആഘോഷത്തേക്കാൾ ഉപരി ഒരു വിലാപയാത്ര പോലെയാണത് തോന്നിക്കുന്നത്. അമ്മമാർ മക്കളെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഭാര്യമാർ ഭർത്താക്കന്മാരെ യാത്രയാക്കുന്നു. ആൾക്കൂട്ടത്തിൽ നിന്നൊരു നിലവിളി പോലെ പ്രാർത്ഥനകൾ ഉയരുന്നുണ്ട്. റെസ്റ്റെല്ലോ എന്നറിയപ്പെടുന്ന ആ കടൽ തീരമെന്ന് കണ്ണീരുപ്പുകൊണ്ട് നനഞ്ഞു. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നൊരു വൃദ്ധൻ വിളിച്ചു കൂവുന്നുണ്ട്. അഹങ്കാരം, വെറും അഹങ്കാരം. ദൈവമേ, ഈ പാവങ്ങളെ എന്തിനാണ് മരണത്തിലേക്ക് പറഞ്ഞയക്കുന്നത് എന്ന്. ഈ രംഗം കണ്ട് കപ്പലിലെ കടുപ്പക്കാരനായ നാവികരുടെ കണ്ണുപോലും നിറയുന്നുണ്ട്. പക്ഷേ ഗാമയുടെ മുഖത്ത് അപ്പോഴും മാറ്റമില്ല. വികാരങ്ങളെല്ലാം ഉള്ളിലൊതുക്കി അദ്ദേഹം നിൽക്കുന്നു. രാജാവിനെ വണങ്ങി അദ്ദേഹം തൻ്റെ കപ്പലായ സാവോ ഗബ്രിയേലിലേക്ക് കയറുന്നു. പിന്നാലെ മറ്റുള്ളവരും. നങ്കൂരമുയർത്താനുള്ള ആജ്ഞ മുഴങ്ങുന്നു. ഉയർത്തൂ എന്ന ഗർജനം കേൾക്കുമ്പോൾ തുരുമ്പിച്ച ചങ്ങലകൾ വലിയ ശബ്ദത്തോടെ കപ്പലിൻ്റെ മുകളിലേക്ക് ചുരുളഴിയുന്നു. കാറ്റ് പായകളെ തഴുകി തുടങ്ങുമ്പോൾ കുരിശടയാളം